ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കാം. പക്ഷെ ഒരു നിമിഷം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ സ്വാതന്ത്ര്യം നമുക്കൊക്കെ വെറുതെ കിട്ടിയതാണോ? ഭഗത് സിംഗും ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും സർദാർ പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ധീര സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിലൂടെയാണ് ഈ രാജ്യം സ്വതന്ത്രമായത്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശത്തും കായിക രംഗത്തും ഇന്ത്യ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വിദേശ ഭരണത്തിൽ നിന്നുള്ള മോചനം മാത്രമാണോ? മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കപ്പെടുമ്പോൾ, അഭിപ്രായം പറയാനുള്ള അവകാശങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, വിമർശിക്കുന്നവരെ ശത്രുക്കളായി കാണുമ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ ഭരണകൂടം ഏതായാലും ചോദ്യം ചെയ്യാനും വിമർശിക്കാനുള്ള അവകാശം അത് ജനങ്ങളുടേതാണ്. ആ ഭരണകൂടം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ആ ജനങ്ങൾക്കുണ്ട്. നമ്മുടെ മുൻഗാമികളായ പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ ഒരു മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മാത്രമല്ല, ഇന്ത്യ എല്ലാവരുടെയുമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പതാക ഉയർത്തുമ്പോൾ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യ ബോധത്തെയും നമ്മുടെ മാനുഷിക സ്നേഹത്തെയും നമുക്ക് ഉയർത്താം. ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്.